കൃതാർത്ഥതയോടുകൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത്. ഇത്രയും വലിയൊരു ക്യാൻവസിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബ്രഹ്മാണ്ഡമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഏതൊരു ആക്ടറിനും ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ്. ആ ഡ്രീമിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമൽ സാർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആണെന്നുള്ളത് എൻ്റെ എസ്പെഷ്യലി കരിയറിൽ ഒരു വളരെ ചുരുക്ക സിനിമകൾ ചെയ്ത ഒരു സ്റ്റിൽ ന്യൂ കമർ എന്ന് പറയാവുന്ന ഒരു കുട്ടിയെ വിളിച്ച് വിരുമാണ്ടി എന്ന് പറഞ്ഞൊരു അത്ഭുതമായ അന്നലക്ഷ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്ന് എന്നേക്കും എനിക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആദ്യം തന്നു. അത് കഴിഞ്ഞിട്ട് സിനിമ എന്നൊരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് പഠിക്കാനൊക്കെ പോയി സിനിമയിൽ നിന്ന് വളരെ ദൂരത്ത് പോയ ഒരാളെ ഇല്ലല്ല നീ തിരിച്ച് സിനിമയിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് സാറിൻ്റെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയിൽ ഡബ്ബിങ്ങിന് വിളിച്ച് അതിനുശേഷം എപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഡബ്ബിങ്ങിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും എനിക്ക് ആ ഒരു ഡോറ് തുറന്നു വെച്ചിരുന്നു സാറ്. അതിനുശേഷം ഇപ്പോൾ ഇതാ തഗ് ലൈഫ്. ഇതിൽ സാറ് മാത്രമല്ല സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത് എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അതിനുപരി എന്നെ കുറിച്ച് തന്നെ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാലും തുടക്കത്തിൽ രാജേഷ് പറഞ്ഞു ഞാൻ ഒരുപാട് സ്ട്രഗിളിലൂടെ വന്ന ആളാണ്. അത്തരം ഒരുപാട് അത് സത്യമാണ്. അതിനെല്ലാം ഒരു ഫുൾഫിൽനെസ് കിട്ടുകയല്ലേ, നമുക്കൊരു തൃപ്തി കിട്ടുന്ന മൊമെൻ്റാണിത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എന്താ പറയുക, ഭയങ്കര ഭാഗ്യം. മണി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, അതും മണി സാറും കമൽ സാറും വർക്ക് ചെയ്യുന്നു. കമൽ സാറിനെ ദൂരത്തുനിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. പൊന്നിയിൽ സെൽവൻ്റെ ഒരു ഫംഗ്ഷന് മണി സാറ് വിളിച്ചിട്ട് ഞാൻ പോയപ്പോൾ സാറിനെ ഒന്ന് ക്ഷയിക്കാൻ കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. അതിനുശേഷമാണ് ഈ പടത്തിൽ ഞാൻ വരുന്നത്, അഭിനയിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് സാറായിട്ട് സംസാരിക്കാൻ പറ്റി, ഭക്ഷണം കഴിക്കാൻ പറ്റി, ഒരുമിച്ചിരിക്കാൻ പറ്റി. അത് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫുൾഫിൽനെസ് എന്ന് പറയില്ലേ, തൃപ്തി. എനിക്കൊരു തൃപ്തി തന്നതാണ് ഈ മൊമെന്റ്. ദൈവത്തിന് നന്ദി. താങ്ക് യു. അതുപോലെ ഗോപാലൻ സാർ, താങ്ക് യു സാറ്. നമുക്കൊക്കെ തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ്, അതിനും നന്ദി. കൂടെയുള്ള അശോകയിലും ഇവിടെ എല്ലാവരും സുഹൃത്തുക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമ തഗ് ലൈഫ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം രവി കെ ചന്ദ്രൻ, എ റഹ്മാൻ, ശ്രീകർ പ്രസാദ്, മണിരത്നം, എൻ്റെ ദ വൺ ആൻഡ് ഓൺലി കമലഹാസൻ, ഇവര് വരുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊന്നും പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മൾ കൊണ്ടാടുമോ. താങ്ക് യു സർ. തീർച്ചയായിട്ടും കമൽഹാസൻ സർ. എല്ലാവർക്കും നമസ്കാരം. ഇത് തഗ് ലൈഫ് നമസ്കാരം പറഞ്ഞാൽ മതി, വന്ന് കാണുക, വെറുതെ വാദ്യം അടിക്കേണ്ട. മണി സാറ് എല്ലാം കാണിച്ചിട്ടുണ്ട് അല്ലേ. സോ ഐ എം ഹാപ്പി, ഐ എം ഓൾവേസ് ഹാപ്പി വെൻ എവർ ഐ കം ടു കേരള, എസ്പെഷ്യലി കൊച്ചിൻ. അപ്പോൾ നിങ്ങളിൽ ചിലർ വിചാരിക്കും കേരള വരുമ്പോഴെല്ലാം പറയും, ഞാൻ തമിഴ്നാട്ടിലും ഇത് പറയും, ആന്ധ്രയിലും പറയും, അനുപമ ചോപ്ര ഇൻ്റർവ്യൂവിലും പറയും. കാരണം ഇത് ഞാനൊരു ഹീറോ ആയിട്ട് ജനിച്ച ഭൂമി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ഇവിടെ നിന്നാണ്. സോ ഇത് സ്വന്തം വീട്ടിൽ ഞാൻ തിരിച്ചു വരികയാണെന്നുള്ളതാണ് എൻ്റെ ധാരണ. എപ്പോൾ വന്നാലും ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഇന്ന് വീണ്ടും അത് പറഞ്ഞു, റിട്ടയർമെൻറ്റ് എന്നോ എന്തെങ്കിലും ആലോചിക്കുന്നതാണോ? അപ്പോൾ ഞാൻ ചത്തുപോയി എന്നർത്ഥം. അതുകൊണ്ട് എനിക്ക് ഒരു സ്പോട്ട് റിലാക്സ് ചെയ്യാൻ വേണമെങ്കിൽ അത് കേരളം തന്നെയാണ് എനിക്ക്. ഐ എം എ ഗോഡ്ലെസ് മാൻ, ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ദിസ് കൺട്രി. പ്രതീക്ഷിക്കാത്തതെല്ലാം മാസ്റ്റർ സ്ട്രോക്ക്. പ്രതീക്ഷിക്കാത്തതെല്ലാം അതെ. എങ്കിലും ഈവൻ വി വെർ സർപ്രൈസ്. ആ സീൻ വായിക്കുമ്പോൾ വിൽ ബി സർപ്രൈസ്. ഞാൻ എഴുതി കൊടുത്ത സീനല്ല മണി ഷൂട്ട് ചെയ്തത്. മണി സാർ ഷൂട്ട് ചെയ്തത് ഈ ട്വിസ്റ്റഡ് ഇറ്റ് അറൗണ്ട്, ഈ ഡിഡ് എംബ്രോയിഡറി ആണ്.
എൻ്റെ റൈറ്റിംഗ് തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. That's collaboration. And that's what he has done. And of course, Rahman is there. And array of talents of various people. Ravi K. Chandran. He's stuck here, and I'm happy he's stuck here because he belongs in international cinema. And that's what I tried to do with him with Marudanayagam. It didn't happen because പിന്നെ അത് നടന്നിരുന്നാൽ we won't have a Ravi K. Chandran working in India. അങ്ങനെ ഒരു ടെക്നീഷ്യനാണ്. The sound is mixed by Craig, who did Whiplash. അങ്ങനെയല്ല, ബഹുമാനത്തോടു കൂടി കേൾക്കണം. അത് ഞാൻ ഐ ലെറ്റ് ഗോ ഓഫ് ദ ക്രിട്ടിക് ഫസ്റ്റ്. കമലഹാസന്റെ ഫാനെ അനുഭവിക്കില്ല. ഫസ്റ്റ് I'll keep him in the set with me. Then എൻ്റെ കൂടെ കമലഹാസന്റെ ഫാനായിട്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. I am the least in that. And so yes, it continues. And I respect the critic more than this fan. This fan and that critic are very important. കമൽ സാർ, യെസ്. സാർ വളരെയധികം ഗാന്ധിജിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഗാന്ധിജിയെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഗാന്ധിജിയെ പറ്റി ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഹേറാമിലൂടെ പറഞ്ഞു തന്ന ആളാണ്. ആൻഡ് ഹി സ്റ്റുഡ് ഫോർ നോൺ വയലൻസ്. പക്ഷേ വിക്രം ആയാലും തഗ് ലൈഫ് ആയാലും അതിന്റെ സ്റ്റോറിയുടെ ബിഗിനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് മണി സാർക്ക് കിട്ടുന്നത് കമൽഹാസൻ സാറിലാണ്. വിക്രമിലെ ക്രക്സ് ലൊക്കേഷൻ കിട്ടുന്നതും കമൽഹാസൻ സാർ വഴിയാണ്. എൻ്റെ രണ്ടിലുള്ളത് വയലൻസ് ആണ്. സോ ആസ് എ ക്രിയേറ്റർ ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും. ഗാന്ധിയുടെ ചിന്തയിൽ വയലൻസ് ഇല്ലാതിരുന്നിരിക്കാം, പക്ഷെ ജീവിതത്തിൽ അങ്ങനെ കഴിയാൻ പറ്റില്ല. There will be violence. How you confront it? With what kind of valor? Gandhiji's valor is the highest valor because the height of valor is ahimsa. And he has shown it. So, why do you use the valor? Because the world is violent. How do you combat it? Not with another sword. That's what he has taught many people. And just the least of them. Martin Luther King, Mandela, they all are fans of Gandhiji. And another 4 generations later I came by. I'm his great grandson. Now I'm yet to become great, but I'm a grandson. മലയാളത്തിലെ ഓഡിയൻസിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ വരുന്നതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ പിറന്നാളാണ് ഇന്ന്. നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓറയുണ്ടെന്നറിയാം. ലാലേട്ടന് വേണ്ടിയിട്ട് 2 വാക്കുകൾ പറയും. I just spoke to him. I didn't know he was my Aliyan. I was very happy to call him Aliya. I thought he was my. So I told him, Aliyane poyallo, valare sandosham. So I just spoke to him and I wished him happy birthday. നെക്സ്റ്റ് വൺ. സാധിക്കത്തില്ല. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പം തഗ് ലൈഫിന്റെ അനൗൺസ്മെന്റ് ടീസർ ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട്. അതായത് ആ റിവേഴ്സ് ഡയലോഗ്, അത് ശരിക്കും ആരുടെ ഐഡിയ ആണ്, അല്ലെങ്കിൽ അതിന്റെ ബിഹൈൻഡിലുള്ള കാര്യങ്ങളൊന്ന് പറയുമോ? അല്ല, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുമുള്ള സാധാരണ ഹ്യൂബ്രിസ് ഉള്ള ആർട്ടിസ്റ്റ് പോലെ ആവും ഞങ്ങൾ. For us, the true hero for us is cinema itself. So, ബാക്കിയെല്ലാം സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആണ്, including the lead role man. Cinema needs good actors. അത്രയേ ഉള്ളൂ. You call him hero. Who's a hero? Today we call somebody a hero. Tomorrow we realize he's a villain in any field. So, that's what it is. And I hope you remember me for another 100 years without any negative comments. Then it would be a good life. സാർ, ഞങ്ങളുടെ ജോജു ചേട്ടനെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ് ഈ സിനിമയിലൂടെ. തിരിച്ച് ഞങ്ങൾക്ക് എന്നും വേണം കേരളത്തിലേക്ക്. അതിനോടൊപ്പം സംശയമാണ്.
കുറച്ച് സംശയമുണ്ട്. തൃശ്ശി കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെ കുറെ പേരെ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നാഗേഷ് തൃശ്ശി കർണാടക പോകാൻ കഴിയില്ല. സരോജാദേവി ഞങ്ങളുടെ ആളാണ്. ഇപ്പോ ജോജുവും അങ്ങനെ ആയിപ്പോ. ദറ്റ് ഇസ് മൈ ഭാവിയിൽ അങ്ങനെ ആവും. ഹലോ കമൽ സർ. ഹലോ ഇവിടെ പ്രതീക്ഷിക്കുന്നത് മലയാളത്തില് എന്തോ ശ്യാമയ്ക്ക് ചാണക്യൻ മദനോത്സവം പോലത്തെ മൂവീസ് ഉണ്ടായിരുന്നല്ലോ മലയാളത്തിൽ ചെയ്ത, അതുപോലത്തെ ഇനി ഇപ്പൊ ഒരു മലയാള സിനിമ എപ്പോഴാണ് പ്രതീക്ഷിക്കുക സാറിന്? അതുപോലെയാണ്. വയസ്സ് എത്രയായി? മദനോത്സവം അത് വേറെ ഇതിൽ കുറെ ഉത്സവമുണ്ട്. മൈക്ക് കൊടുക്കും. One thing, thank for coming to Kerala. And You don't have to thank me. yes. I will always come. സാർ, ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സാർ മരുതനായകൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് മേൽ ഗിബ്സന്റെ അപ്പോകാലിപ്റ്റ് കണ്ടിട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തത് നേക്കഡ് പ്രേ എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് സിനിമേനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അദ്ദേഹം അപ്പോകാലിപ്റ്റ് ചെയ്തത്. അപ്പോൾ സാർ തന്നെയായിരുന്നു ആക്ടറും സാർ തന്നെയായിരുന്നു ഡയറക്ടറും. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, സാർ എങ്ങനെയാണ് ആ കഴുകനെ ട്രെയിൻ ചെയ്തത്? ഞാൻ ചെയ്തല്ല, അതിനാളുണ്ട്. അത് that is what I say, that there are people to do. This is a very democratic art. ഞാൻ ചെയ്തതാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം if you ask him how is your performance good, ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മണിസാറിന്റെ പേര് പറയാതെ വഴിയില്ല. അതാണ്. So saying Mel Gibson did Apocalypse nearly 6 or 7 years later, maybe more, I don't remember. Then the first thing was Ravi K. Chandran said, "Nammude shot kando," he said. Illa kandile poi kaanuga. I was in America. Then I went and saw there were some similar shots. I was happy to think like those people, like my brothers. That's what makes us brothers. He might have another political angle to him. I forgive him for that. He's my brother. And we both were thinking on the same terms. And Maradhanayagam is our man. I picked it up from a hidden history book. For reasons I don't want to go into. Certain things, great history, we have just swiped it aside or rewritten. Maradhanayagam is the man who really thought of this as an independent country against the British. But he was violent. He didn't win. Then came another person with another name from another religion, and he did it without violence, and that's Gandhi. I suppose to say, and this is story anything connected with the No, because this word has become a common use. Like the father calling the son, "Hey, rascal," and that's not the rascal of 18th century. Then rascal means you won't be able to move easily in the society. So aduvole thug life, especially when Tupac, the rapper, he made it popular, thug life, and his life was that of a thug also, apart from being a great artist. So that's where he popularized it. We took the title. ഒരു മൂന്ന് പറഞ്ഞായിരുന്നു മലയാള സിനിമ ഒന്നും കൂടെ ഇനിയും അഭിനയിക്കണമെന്ന് പറഞ്ഞു. അത് ഗോപാലൻ ചേട്ടൻ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യും, ജോജി ചേട്ടൻ എല്ലാം കൂടി പാടം ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ. അല്ലല്ല, അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചോദിച്ചു കഴിഞ്ഞു. അദ്ദേഹം ചെയ്തേ ഉള്ളൂ. രാജ് കമലും കൂടെ ഉണ്ടാവും. സോ ദിസ് വിൽ ഹാപ്പൻ. ബട്ട് ഐ ഓൾവേസ് എപ്പോഴും പറയാറുണ്ട് ഞാൻ, ഐ വാണ്ട് ടു ടേക്ക് ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ് ഈസ് ബഡ്ജറ്റില്ല സാറേ, മലയാളത്തിന് അത്ര ബഡ്ജറ്റില്ല, അപ്പൊ മേക്ക് എ ഡബിൾ വെർഷൻ. നമ്മൾ സഹോദരന്മാരാണ്. കമ്പരാമായണം വാസ് ഇനോഗ്രേറ്റഡ് ഇൻ ട്രിവാൻഡ്രം. We are speaking different dialects now. And Malayalam has got literature now over the 1,000 years. We are all, when you do PhD in Malayalam, you will automatically touch Tamil. We are brothers,
historically. So I want to make a double version so that then win a pan-India status, it will not stay as a double version. It will become an international version. That's what I want to do. That's what I've been thinking about. So to sum it up, one final question. ഇത് സംസാരിക്കാതെ ആരെങ്കിലും ചോദിക്കാം. ഇന്റർവ്യൂവിന്റെ സമയത്ത് സാറ് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, പണി സിനിമയിലെ ജുനൈസിന്റെയും സാഗറിന്റെ ആക്ടിങ് കണ്ടിട്ട് സാർ അതിനകത്ത് ജീവിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അതൊരു സാറ് തന്നെ പറഞ്ഞിരുന്നു, പണി സിനിമ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് ജുനൈസിന്റെയും സാഗറിന്റെയും ആക്ടിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ മലയാള സിനിമയിലെ പുതുമുഖ നടന്മാരെ കുറിച്ചിട്ടും അതുപോലെ ആക്ടേഴ്സിനെ കുറിച്ചിട്ടും ടെക്നീഷ്യന്മാരെ കുറിച്ചിട്ടും സാറിന് എന്താണ് പറയുന്നത്? Let me tell you, don't publicize it too much because people will get jealous. 60% of cinematographers in Indian cinema might be 50, but 60 is my estimation, are Malayalis. And there are more coming. And Kerala is preparing to produce more. I want to be part of that revolution. I want to be there to see it at least, not use it. This is not a Uber. We are building a highway. So that I will want to see. I'll talk to your government, our government, and I'll ask them, give my ideas. They think it is good. We will meet in a lab that will become international. Beautiful. Thank